ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ മന്തി റൈസാണ്. ഇതിന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമായിട്ടുള്ളൂ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാഗി മാജിക് ക്യൂബ്സ്, പെപ്പർ പൗഡർ, ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, റെഡ് ഫുഡ് കളർ, പുതിനയില, മല്ലിയില, ക്യാപ്സിക്കം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, മാഗി മാജിക് ക്യൂബ്സ് നന്നായി സ്മാഷ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മല്ലിയിലയും പുതിന ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കളറിന് വേണ്ടി കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർക്കാം. ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. ചിക്കനിലേക്ക് മസാല എല്ലാം നല്ല രീതിയിൽ പിടിക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്ന പോട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 1 മണിക്കൂറിന് നമ്മളിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. ഈ ചിക്കനെല്ലാം നന്നായി വെന്ത് വരുന്ന വരെ നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് കറുവാപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗ്രാമ്പൂ, ഉണങ്ങിയ നാരങ്ങ, കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ മറ്റൊരു പാത്രത്തിൽ മാറ്റിയതിലേക്ക് ശേഷം നമുക്ക് വേവിച്ച റൈസ് ഈ പോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഈ റൈസിന് മുകളിലേക്ക് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഒരു ബോർഡർ പോലെയാണ് നമ്മൾ വെക്കുന്നത്. നടുവിലത്തെ ഭാഗം നമ്മൾ ഫ്രീ ആക്കണം. അവിടെ നമുക്ക് ചാർക്കോൾ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ബോർഡറിൽ മാത്രം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുൾ ചിക്കനും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്കൊരു റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റെഡ് ഫുഡ് കളറും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലായിട്ട് നടുവേ കീറിയ പച്ചമുളക് വെച്ച് കൊടുക്കാം. പച്ചമുളക് വെച്ചതിന് ശേഷം കനലാക്കിയ ചാർക്കോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ടോ നമുക്ക് ഇങ്ങനെ നടുവിൽ വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം.
ഈ ഒരു സ്റ്റെപ്പാണ് നമ്മളെ മന്തിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.